ഇപ്പോൾ വളാഞ്ചേരിയിൽ MX വെഡിംഗ് സെന്റർ 22 വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂട്ടനാട്, കൊപ്പം ആൻഡ് കേച്ചേരി. ചർക്ക എന്ന കലാ സാംസ്കാരിക ജീവകാരുണ്യ സംഘടന അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ശാരീരിക പരിമിതിയുള്ള ആളുകൾക്ക് ഇലക്ട്രിക്കൽ വീൽചെയർ സമ്മാനിക്കുക എന്നുള്ളത്. ചർക്ക ഇതിനോടകം 105 ഇലക്ട്രിക്കൽ വീൽചെയറുകളും 250-ലേറെ നോർമൽ വീൽചെയറുകളും വിതരണം ചെയ്ത ഒരു സംഘടനയാണ്. പട്ടാമ്പിയിൽ മാത്രം കഴിഞ്ഞ വർഷങ്ങളിലായി 72 ഇലക്ട്രിക്കൽ വീൽചെയറുകൾ സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരുപാട് റിക്വസ്റ്റുകളുണ്ട്. പല പ്രദേശങ്ങളിൽ നിന്ന്, പല സംഘടനകൾ വഴി, പല വ്യക്തികൾ വഴി ചർക്കയ്ക്ക് ലഭിച്ച ഇലക്ട്രിക്കൽ വീൽചെയർ റിക്വസ്റ്റുകളുണ്ട്. ആ റിക്വസ്റ്റുകളിൽ പരമാവധി പരിഗണിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഈ വരുന്ന 24-ാം തീയതി ജനുവരി 24 ശനിയാഴ്ച വൈകിട്ട് 6:30 പട്ടാമ്പി കൽപ്പകയിൽ വെച്ച് 25 പേർക്ക് ഇലക്ട്രിക്കൽ വീൽചെയറുകൾ സമ്മാനിക്കുകയാണ്. അതുപോലെ തന്നെ 25 നോർമൽ വീൽചെയറും അവിടെ വെച്ച് നൽകുന്നുണ്ട്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഈ ചടങ്ങിൽ പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠനും, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരവും, അതുപോലെ തന്നെ മികച്ച ഗായകനായിട്ടുള്ള ശ്രീ സജീർ കൊപ്പവും, അതുപോലെ KPCC വൈസ് പ്രസിഡന്റ് ശ്രീ VT ബൽറാം, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ CP മുഹമ്മദ് XMLA, DCC പ്രസിഡന്റ് ശ്രീ A തങ്കപ്പൻ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും UDF ചെയർമാനുമായിട്ടുള്ള ശ്രീ മരക്കാർ മൗലവി മാരായമംഗലം, അതുപോലെ പട്ടാമ്പി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ TP ഷാജി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളൊക്കെ പങ്കെടുക്കും. ഈ ഒരു ചടങ്ങ് 25 ഇലക്ട്രിക്കൽ വീൽചെയർ സമ്മാനിക്കുക എന്നതോടൊപ്പം തന്നെ ചർക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക പരിപാടിയുടെ ഒരു വേദി കൂടിയാണ്. നിരവധി കലാകാരന്മാരുടെ ഒരു സാംസ്കാരിക സമ്മേളനവും കലാപ്രകടനങ്ങളുമൊക്കെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി നടക്കും. ഏതായാലും ഈ ഒരു ചടങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ചർക്കയ്ക്ക് ലഭിച്ച പരമാവധി ഇത്തരം അപേക്ഷകൾ പരിഗണിച്ച് അവർക്കൊക്കെ പരമാവധി ഇത്തരം സഹായങ്ങൾ നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. എല്ലാവരും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്.